ഇനി നമ്മൾ വയർലെസ് ഡിവൈസുകളെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. അതായത് നമ്മളെ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ വയേർഡും വയർലെസ്സും രണ്ടും നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊരു വയർലെസ് ലാനും കൂടെ നമ്മൾ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ഡിവൈസുകളാണ് ആക്സസ് പോയിൻ്റ്, വയർലെസ് ആക്സസ് പോയിൻറ്റും അതേപോലെ തന്നെ വയർലെസ് ലാൻ കൺട്രോളറും. ഓക്കെ, ഈ ആക്സസ് പോയിൻ്റാണ് റേഡിയോ ഫ്രീക്വൻസി വഴി എന്ത് ചെയ്യുന്നത്, എല്ലാ കമ്പ്യൂട്ടറുകളുമായിട്ടും ഇൻട്രാക്ട് ചെയ്യുന്നത് ആക്സസ് പോയിൻ്റാണ്. ഓക്കെ, അപ്പോൾ അതായത് ഈ ആക്സസ് പോയിൻ്റ് നമ്മൾ കണ്ടിട്ടുണ്ടാവും, പല റൂമിൻ്റെയൊക്കെ മുകളിലൊക്കെ നമ്മൾ ഹാങ് ചെയ്തിരിക്കുന്നതൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ആക്സസ് പോയിൻറ്റിൻ്റെ ആൻറ്റിന ത്രൂ റേഡിയോ ഫ്രീക്വൻസി വഴി എന്ത് ചെയ്യും, നമ്മൾ ലാപ്ടോപ്പുകളും വയർലെസ് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസുകൾ ഒക്കെ എന്ത് ചെയ്യും, ഇതുവഴി ഡാറ്റ റേഡിയോ ഫ്രീക്വൻസി വഴി ട്രാൻസ്മിറ്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ഈ ആക്സസ് പോയിൻ്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ ആക്സസ് പോയിൻ്റിൽ നിന്നുള്ള കണക്ഷൻ വയേർഡ് വഴി സ്വിച്ചിനകത്തേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവർക്ക് വയർലെസ് ഡിവൈസുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വയേർഡ് നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതേമാതിരി വയേർഡ് നെറ്റ്വർക്കിലുള്ള ആൾക്കാർക്ക് വയർലെസ് ഡിവൈസുകൾ ആക്സസ് ചെയ്യാൻ പറ്റും. പരസ്പരം വയർലെസ് ഡിവൈസുകൾക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതാണെങ്കിൽ ആക്സസ് പോയിൻ്റ് ത്രൂ പോയിട്ട് അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടന്നോളും. ഈ ഒരു പർപ്പസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് നമ്മളെ ആക്സസ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സിസ്കോൻ്റെ ആക്സസ് പോയിൻ്റ്. ഈ ആക്സസ് പോയിൻ്റ് രണ്ട് ടൈപ്പ് ഉണ്ട്, ഓട്ടോണമസ് ആക്സസ് പോയിൻറ്റും ഉണ്ട്, ലൈറ്റ് വെയ്റ്റ് ആക്സസ് പോയിൻറ്റും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ഓട്ടോണമസ് ആക്സസ് പോയിൻ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡ് അലോൺ ആയിട്ട് എല്ലാ ഫങ്ഷണാലിറ്റിയും അവർ തന്നെ ചെയ്തോളും. നേരെ മറിച്ചിട്ട് ലൈറ്റ് വെയ്റ്റ് ആക്സസ് പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു വയർലെസ് ലാൻ കൺട്രോളർ ത്രൂ ആണ് അവർ അവരുടെ ഫങ്ഷൻസ് ഒക്കെ അവർ ചെയ്യുന്നത്. അതായത് ഇതിനകത്ത് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡിവൈസുകൾ വയർലെസ് ആക്സസ് പോയിൻറ്റുകൾ വരുന്ന സമയത്ത് ഒരു 2-3 ആക്സസ് പോയിൻ്റ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, വയർലെസ് ലാൻ കൺട്രോളറിൻ്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, ഒരുപാട് ആക്സസ് പോയിൻറ്റുകൾ ഉണ്ടെങ്കിൽ അവരെ സെൻട്രലൈസ്ഡ് ആയിട്ടിരുന്ന് മാനേജ് ചെയ്യുക എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ WLAN കൺട്രോളറിനെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഈ ഡിവൈസുകളെ നമുക്ക് ഒരു വയർലെസ് നെറ്റ്വർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വയർലെസ് ആക്സസ് പോയിൻറ്റുകളും അതേമാതിരി വയർലെസ് ലാൻ കൺട്രോളേഴ്സും നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതിൻ്റെയും ഡെപ്ത് സ്റ്റഡി നമ്മൾ CCNA പോലുള്ള കോഴ്സുകളിലാണ് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇനി വയർലെസ് ഇൻഫ്രാസ്ട്രക്ചർ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിലും അതിൻ്റെയും മേജർ മാർക്കറ്റ് ഷെയർ കിടക്കുന്നത് എന്ന് പറയുന്നത് സിസ്കോയിൽ തന്നെയാണ്. സിസ്കോ 40-45% ഓഫ് വയർലെസ് ഇൻഫ്രാൻ്റെ മാർക്കറ്റ് ഷെയർ സിസ്കോയുടെ കയ്യിലാണ്. അതേപോലെ തന്നെ പിന്നെ HP ഉണ്ട്, HP അരൂബ നെറ്റ്വർക്ക് ഉണ്ട്. അവർ 15-20% ഇപ്പം മാർക്കറ്റ് ഷെയർ അവരുടെ കയ്യിലുണ്ട്. പിന്നെ അതേപോലെ യുബിക്വിറ്റി എന്ന് പറയുന്നൊരു കമ്പനിയുണ്ട്, 10-12% അവരുടെ കയ്യിലുണ്ട്. പിന്നെ റക്കസ് കമ്പനിയുണ്ട്, എക്സ്ട്രീം നെറ്റ്വർക്ക്സ് ഉണ്ട്, ഹുവാവേ ഉണ്ട്, നെറ്റ് ഗിയർ, D-Link, TP-Link, കാമ്പിയൻ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞ മൾട്ടിപ്പിൾ പ്ലെയേഴ്സ് ഉണ്ട്. ഓക്കെ, അവിടെ നമ്മൾ മെയിനായിട്ടുള്ള പ്ലെയേഴ്സ് എന്ന് പറയുന്നത് സിസ്കോയും അരൂബയും യുബിക്വിറ്റി, ഇവർ രണ്ടും തന്നെയാണ് ശരിക്കും മെയിൻ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് വയർലെസ് ഇൻഫ്രയെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്ത ഡിവൈസ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് സ്റ്റോറേജ് ഡിവൈസുകളാണ്. നമുക്കറിയാം വലിയ വലിയ കമ്പനികളൊക്കെ ആവുന്ന സമയത്ത് ഒരുപാട് ഡാറ്റാസ് അവർക്ക് സേവ് ചെയ്ത് വെക്കാനുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ സെർവറുകളിലുള്ള ഇൻറ്റേർണൽ സ്റ്റോറേജിന് പകരം അല്ലെങ്കിൽ അതിന് പുറമെ അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ സ്റ്റോറേജ് ഡിവൈസുകൾ യൂസ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവർ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം യൂസ് ചെയ്യുന്നതാണ് സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക് ത്രൂ എന്ത് ചെയ്യാൻ പറ്റും, ഈ എല്ലാ സെർവേഴ്സിനും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡാറ്റാബേസിനെ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ട് കണ്ടിട്ട് അവർ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് നമുക്ക് സ്റ്റോറേജിനകത്ത് വരുന്നത്. അതിൽ മെയിനായിട്ട് വരുന്ന സ്റ്റോറേജ് മാനുഫാക്ചറിങ് കമ്പനീസ് എന്ന് പറയുന്നത് ഡെല്ലുണ്ട്, ഡെൽ EMC എന്ന് പറയുന്ന അവർ ഡെല്ലിന് സ്റ്റോറേജിന് തന്നെ ഒരു വിങ് ഉണ്ട്. അത്
25-30% മാർക്കറ്റ് ഷെയറും ഡെല്ലിൻ്റെ കയ്യിലാണ്. പിന്നെ വരുന്നതാണ് നെറ്റാപ്പ് എന്ന് പറയുന്ന കമ്പനി. 10-12% മാർക്കറ്റ് ഷെയർ നെറ്റാപ്പിൻ്റെ കയ്യിലാണ്. പിന്നെ HP-യും എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോറേജ് ഡിവൈസുകൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. 10-12% അവരുടെ കയ്യിൽ IBM ഉണ്ട്. പിന്നെ പ്യുവർ സ്റ്റോറേജ് ഉണ്ട്, ഹിറ്റാച്ചി, ഹുവാവേ, വെസ്റ്റേൺ ഡിജിറ്റൽ, സീഗേറ്റ്, സിനോലോജി എന്ന് പറയുന്ന മൾട്ടിപ്പിൾ കമ്പനീസ് ഇതിലും വരുന്നുണ്ട്. അപ്പോൾ അതിനകത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് വരുന്ന കമ്പനികൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങളുടെ ഓൾറെഡി നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ അടുത്ത് നിന്നൊക്കെ നിങ്ങൾ പഠിക്കുക ഏതാണ് നമ്മൾ കൂടുതൽ. ഇപ്പോൾ നെറ്റാപ്പിൻ്റെയൊക്കെ ഒരുപാട് ഹൈ റെൻ്റ് ഒരുപാട് ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഡെല്ലും നെറ്റാപ്പും തമ്മിൽ നല്ലൊരു കോമ്പറ്റീഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇനിയുള്ളത് വോയിസ് ഓവർ IP അല്ലെങ്കിൽ കൊളാബറേഷൻ ഡിവൈസുകളാണ്. ഇതിലും വരുന്നതെന്ന് പറയുന്നത് മെയിനായിട്ട് വരുന്ന ഒരു മാർക്കറ്റ് ഷെയർ സിസ്കോയുടെ കയ്യിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിലെന്താ വരുന്നതെന്ന് വെച്ചാൽ, എന്താണ് വോയിസ് ഓവർ IP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വോയിസിന് നമ്മൾ IP ത്രൂ കമ്മ്യൂണിക്കേറ്റ്. പണ്ടെന്താ വെച്ചാൽ വോയിസിന് വേണ്ടി ഒരു ലൈന്, ഡാറ്റയ്ക്ക് വേണ്ടി വേറൊരു ലൈൻ ഉള്ളതായിരുന്നു. ഇപ്പോൾ അതൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, നമ്മളൊരു IP ഫോൺ ഉണ്ട്. ഈ IP ഫോൺ നേരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാൻ കേബിളിനകത്തേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ IP ഫോണിന് നമുക്ക് IP കിട്ടും. അപ്പോൾ ഈ IP ഫോൺ ത്രൂ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഈ സംസാരിക്കുന്ന ഈ വോയിസിനെ ഇവർ അനലോഗിൽ നിന്ന് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ ഡിജിറ്റലൈസ് ചെയ്യും. എന്നിട്ട് പാക്കറ്റിനകത്താക്കിയിട്ട് എന്ത് ചെയ്യും, ബാക്കി വേറെയുള്ള ഫോണിൽ ഏത് ഫോണിലേക്കാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അതിനകത്തേക്ക് സെൻഡ് ചെയ്യും. അപ്പോൾ ഇതിനെ വോയിസിനെ IP-യിലേക്ക് കൺവേർട്ട് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വോയിസ് ഓവർ IP എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ സിസ്കോ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരുപാട് ഡിവൈസുകൾ ഇതിന് വേണ്ടിയിട്ടുള്ള വോയിസ് ഓവർ IP ഡിവൈസുകളും പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ടെലി കോൺഫറൻസിങ് അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസുകൾ, അതായത് കൊളാബറേഷൻ ഡിവൈസുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഡിവൈസുകളൊക്കെ ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് എന്തുണ്ട്, വലിയ വലിയ കമ്പനികളുടെ ഇപ്പം നമുക്ക് ഒരു കമ്പനി ഇപ്പോൾ ഒരു മീറ്റിംഗ് നടത്തണം എന്നുണ്ടെങ്കിൽ ട്രാവൽ ചെയ്തെങ്ങാണ്ട് ഒരു സെൻട്രൽ ലൊക്കേഷനിലേക്ക് എല്ലാവരും ട്രാവൽ ചെയ്ത് വരേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു വീഡിയോ കോൺഫറൻസിങ്ങിനുള്ള ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോൺഫറൻസിങ് റൂമിലേക്ക് ആ മീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ എല്ലാവരും എന്ത് ചെയ്താൽ മതി, കോൺഫറൻസിങ് റൂമിലേക്ക് പോയാൽ മതി. ഓക്കെ, അപ്പോൾ വേൾഡിലുള്ള എല്ലാ ബ്രാഞ്ചുകളായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡിവൈസുകളാണ് IP ഫോണുകൾ. പിന്നെ അതേമാതിരി തന്നെ വീഡിയോ കോൺഫറൻസിങ് സിസ്റ്റംസ്, അതേമാതിരി തന്നെ ഇൻട്രാക്റ്റീവ് വൈറ്റ് ബോർഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം കൊളാബറേഷൻ അണ്ടറിൽ വരുന്നുണ്ട്. ഓക്കെ, ഇതിലും ഇതേമാതിരി തന്നെ മാർക്കറ്റ് ഷെയർ കൂടുതലുള്ളത് സിസ്കോ, അതായത് ഡിവൈസ് ലെവലിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിസ്കോയുടെ കയ്യിലാണ്. പക്ഷേ ഇപ്പം എന്താ വെച്ചാൽ മൈക്രോസോഫ്റ്റ് ടീംസ് വന്നതോടുകൂടി മേജർ സിസ്കോൻ്റെ ഉണ്ടായിരുന്നുള്ള ഒരുപാട് മേജർ ക്ലയൻസൊക്കെ എന്തായി, സിസ്കോ എന്ന് മാറി മൈക്രോസോഫ്റ്റിലേക്ക് പോയി. കാരണം വെച്ചാൽ മൈക്രോസോഫ്റ്റ് ഇത് കംപ്ലീറ്റ് സോഫ്റ്റ്വെയറിക്കലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സിസ്കോ ആണെന്നുണ്ടെങ്കിൽ ഹാർഡ്വെയറിക്കലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ സിസ്കോൻ്റെ സൊല്യൂഷൻസിനൊക്കെ അവർ ഭയങ്കര ഹ്യൂജ് ചാർജസ് ഒക്കെ ആയിരുന്നു അവർ ഈടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്തു, മൈക്രോസോഫ്റ്റ് വന്നിട്ട് അത് ലെസർ കോസ്റ്റിൽ കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, സിസ്കോ എന്നുള്ള കുറേ ക്ലയൻസൊക്കെ മൈക്രോസോഫ്റ്റിലേക്ക് പോയി. പിന്നെയുള്ള വേറൊരു വോയിസ് ഓവർ IP ഉള്ള മെയിൻ പ്ലെയറാണ് അവയ എന്ന് പറയുന്നൊരു കമ്പനിയുണ്ട്. ഓക്കെ, പിന്നെ സൂം വീഡിയോ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ കമ്പനീസ് ഉണ്ട്. ഓക്കെ, അതിനകത്താണെന്നുണ്ടെങ്കിലും മെയിൻ കോമ്പറ്റീഷൻ നടക്കുന്നതെന്ന് പറയുന്നത് സിസ്കോയും മൈക്രോസോഫ്റ്റും തമ്മിൽ തന്നെയാണ്. അടുത്തതായിട്ട് നമ്മൾ ക്ലൗഡ് സർവീസിനെ പറ്റിയാണ് നോക്കുന്നത്. നമ്മൾ ഇതുവരെ പഠിച്ചതുപോലെയുള്ള ഡിവൈസുകളെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റഡി അല്ല, ഇത് ഒരു സർവീസായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കമ്പനിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള ഡിവൈസുകൾ, അതായത് റൂട്ടേഴ്സ്, ഫയർവാൾസ്, സെർവേഴ്സ്, അല്ലെങ്കിൽ ഡാറ്റാബേസ്, അല്ലെങ്കിൽ നമുക്ക് സ്റ്റോറേജ് ഡിവൈസുകൾ, ഇതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് കമ്പനി പർച്ചേസ് ചെയ്യുന്നതിന് പകരം, സ്വന്തമായിട്ട് കമ്പനിക്ക് പർച്ചേസ് ചെയ്ത് സ്വന്തം ഡാറ്റാ സെൻറ്ററിൽ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് പകരം ഈ ഡിവൈസുകളും സെർവറുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തോളും, ഈ ക്ലൗഡ് പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്ന ക്ലൗഡ് സർവീസ് പ്രൊവൈഡേഴ്സ് പർച്ചേസ് ചെയ്യും. അവർക്ക് വേൾഡ് വൈഡ് ആയിട്ട് പല പല ലൊക്കേഷൻസിലും ഹ്യൂജ് ഡാറ്റാ സെൻറ്റേഴ്സ് ഉണ്ടാവും. അവിടെ ഹൈ പെർഫോമൻസുള്ള സെർവറുകളും സ്വിച്ചുകളും ഫയർവാളുകൾ, ഇതൊക്കെ അവർക്ക് എന്തുണ്ടാവും, അവരുടെ സെർവറിനകത്ത് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് അവരെന്ത് ചെയ്യാണ്, റെൻറ്റിന് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക്
ഒരു എമൗണ്ട് വാങ്ങിച്ചിട്ട് ഈ സർവീസിന് നമുക്ക് ഒരു എമൗണ്ട് വാങ്ങിച്ചിട്ട് നമുക്ക് അതൊരു കസ്റ്റമർക്ക് അവരത് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കൊണ്ടുള്ള സ്റ്റാർട്ടിംഗ് ലെവലിലൊക്കെയുള്ള കമ്പനികൾക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂജ് എമൗണ്ട് എന്താവശ്യം വരുന്നില്ല. അവർ സെർവറുകൾക്കും സ്റ്റോറേജുകൾക്കും ഡാറ്റാബേസിന് വേണ്ടിയിട്ടും സോഫ്റ്റ്വെയറിന് വേണ്ടിയിട്ടും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടും അതിൻ്റെ ലൈസൻസിങ്ങിന് വേണ്ടിയിട്ടൊന്നും അവർ ചിലവാക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇത് പിന്നെ മാത്രമല്ല അവർ ഫിസിക്കലായിട്ട് ഒരു ലൊക്കേഷൻ എടുത്തിട്ട് ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതിന് വേണ്ടിയുള്ള എൻജിനീയേഴ്സിന് അവർ സാലറി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതൊക്കെ ക്ലൗഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ ചെയ്തോളൂ. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഇൻ്റർനെറ്റ് ഹൈ ബാൻഡ്വിഡ്ത്ത് ഇൻ്റർനെറ്റ് കണക്ഷനിലൂടെ ഇതിനകത്ത് വരുന്ന എല്ലാ സർവീസസും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവരുടെ കസ്റ്റമേഴ്സിന്, അതായത് ആ കമ്പനിയുടെ കസ്റ്റമർ എൻഡ് യൂസേഴ്സിന് അത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ സപ്പോസ് നമ്മൾ ഒരു എക്സാമ്പിൾ നമ്മൾ വിചാരിക്കുക, നമ്മൾ ഒരു ഇ-കൊമേഴ്സ് സ്ഥാപനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിതൊരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് നമ്മളൊരു ഇ-കൊമേഴ്സ് സ്ഥാപനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ വിയർ ഹൗസും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഇനി ഇത് ഇൻ്റർനെറ്റിൽ നമുക്ക് എന്ത് ചെയ്യണം, കസ്റ്റമേഴ്സിന് ഇത് സെല് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമുക്കറിയാം സ്വാഭാവികമായിട്ടും അത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സോഫ്റ്റ്വെയർസ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ ഹ്യൂജ് പെർഫോമൻസുള്ള സെർവറിനകത്തേക്ക് റൺ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ തന്നെ ഒരു പ്രിമൈസ് ഒരു ഡാറ്റാ സെൻറ്റർ വെച്ചിട്ട് എന്ത് ചെയ്തു, ഒരുപാട് സെർവേഴ്സ് നമ്മൾ പർച്ചേസ് ചെയ്തു. ഓക്കെ, ഈ സെർവേഴ്സിനകത്തേക്ക് വേണ്ടിയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം പർച്ചേസ് ചെയ്തു. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്തേക്ക് വേണ്ടി ലൈസൻസ് പർച്ചേസ് ചെയ്തു. ഇതിനകത്തേക്ക് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർസ് പർച്ചേസ് ചെയ്തു. അതുകൂടാതെ ഇവർ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹൈ ബാൻഡ്വിഡ്ത്ത് സ്വിച്ചുകൾ പർച്ചേസ് ചെയ്തു. ഇതിനകത്തേക്കുള്ള റൂട്ടേഴ്സ് പർച്ചേസ് ചെയ്തു. ഇതിനകത്തേക്ക് സെക്യൂരിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് വേണ്ടിയിട്ടുള്ള ഫയർവാൾസ് പർച്ചേസ് ചെയ്തു. അങ്ങനെയുള്ള ഡിവൈസുകളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാം. ഇതിനകത്തുള്ള സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ ഇട്ട് ഇതിനകത്ത് നമുക്ക് റണ്ണാക്കിയിട്ട് എന്ത് ചെയ്യാം, ഇൻ്റർനെറ്റിനകത്ത് ആൾക്കാർ വരുന്നു, ഇത് പർച്ചേസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ കമ്പനിക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, ഒരു ഹ്യൂജ് എമൗണ്ട് ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നു. ഇതിനകത്തേക്കുള്ള എൻജിനീയർമാരെ റിക്രൂട്ട് ചെയ്യേണ്ടി വന്നു. ഇതൊക്കെ പെർഫെക്റ്റ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കാം. അപ്പോൾ കുറച്ച് കഴിയുന്ന സമയത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് വന്ന് പർച്ചേസ് ചെയ്തു. ഈ കമ്പനിക്ക് പെട്ടെന്ന് വളരെ വലിയൊരു ഗ്രോത്ത് വന്നു. ഓക്കെ, ഇത് ഡെവലപ്പായിട്ട് ഒരു വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഒരുപാട് യൂസേഴ്സ് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സെർവേഴ്സൊക്കെ എന്ത് ചെയ്തു, ഈ സെർവേഴ്സിൻ്റെ കപ്പാസിറ്റീനെക്കാട്ടും കൂടുതൽ ഹിറ്റുകൾ വരാൻ തുടങ്ങിയെന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നമ്മൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലായതുകൊണ്ട് നമ്മൾ ഹൈ കപ്പാസിറ്റി സെർവേഴ്സ് ആയിരിക്കില്ല ചിലപ്പോൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ചിലപ്പോൾ സിംഗിൾ പ്രോസസ്സർ സെർവേഴ്സ് ആയിരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, ഈ സെർവേഴ്സൊക്കെ നമുക്ക് സെക്കൻഡ് ഹാൻഡ്സ് ആയിട്ട് സെല് ചെയ്യേണ്ടി വന്നു. അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, കുറച്ചും കൂടെ പെർഫോമൻസുള്ള സെർവേഴ്സും ഡിവൈസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ വാങ്ങിച്ചു. ഇത് വീണ്ടും റൺ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് ഒരു ക്ലൗഡ് സർവീസിലായിരുന്നു നമ്മളിത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഈ സെർവറുകളും കാര്യങ്ങളും ഇതൊന്നും നമ്മൾ പർച്ചേസ് ചെയ്യുന്നില്ല. ഇതിന് പകരം ഇവിടെ നമുക്ക് വരുന്നത് വെച്ചാൽ പേപ്പർ ആസ് യു ഗോ എന്ന് പറയുന്ന രീതിയിലുള്ള സർവീസാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ക്ലൗഡ് പ്ലാറ്റ്ഫോം സർവീസ് പ്രൊവൈഡേഴ്സ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനകത്ത് നമുക്ക് എത്ര സെർവറുകൾ വേണോ, എത്ര സമയത്തേക്കാണോ നമ്മളിത് യൂസ് ചെയ്യുന്നത്, അതിന് മാത്രം നമ്മൾ പേ ചെയ്താൽ മതി. ഓക്കെ, സപ്പോസ് നമുക്ക് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ മാറ്റി നമ്മൾ വിൻഡോസ് മാറ്റി ലിനക്സ് ചെയ്യാൻ തീരുമാനിച്ചു. നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇത് ക്ലൗഡിലായിരുന്നു എന്നുണ്ടെങ്കിൽ, ഇത് നേരെ മറിച്ച് നമ്മൾ തന്നെ പ്രൊമൈസിലായിരുന്നു എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാറ്റാൻ ഇതിനൊക്കെ ഒരുപാട് നമുക്ക് വേറെ ലൈസൻസ് പർച്ചേസ് ചെയ്യണം. ഇപ്പോഴത്തെ ലൈസൻസൊക്കെ നമുക്ക് മീൻസ് അത് അൺയൂസ്ഡ് ആയിപ്പോയി. അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും നമുക്ക് എവിടെ വരുന്നില്ല, ക്ലൗഡ് പ്ലാറ്റ്ഫോമിനകത്ത് വരുന്നില്ല. ഇവിടെ നമുക്ക് വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എത്രമാത്രം സെർവറുകൾ നമുക്ക് വേണോ, എത്ര മാസത്തേക്കാണോ നമ്മളിത് യൂസ് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ട് മാത്രം നമ്മൾ പേയ്മെൻറ്റ് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ സപ്പോസ് നമ്മൾ വിചാരിക്കുക ഒരു യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റിയിൽ ചിലപ്പോൾ അഡ്മിഷൻ്റെ സമയത്തായിരിക്കും അവരുടെ വെബ്സൈറ്റിനകത്തേക്ക് കൂടുതൽ ആൾക്കാർ വന്നിട്ട് ഒരു ക്രാഷ് ഉണ്ടാവുന്നതും അല്ലെങ്കിൽ സെർവറുകൾ ഹാങ് ആയി പോകുന്നതൊക്കെ. അപ്പോൾ അവർ സ്വന്തമായിട്ട് സെർവർ വെച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ സമയത്ത് ഒരു ഹാങ് ആവാൻ സാധ്യതയുണ്ട്.
അപ്പം ആ ഒരു മാസത്തേക്ക് ഇപ്പോൾ ഇത് നേരെ മറിച്ച് ഇത് ക്ലൗഡിലാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് എന്ത് ചെയ്താൽ മതി, ഈ ക്ലൗഡിനകത്ത് ആ ഒരു മാസങ്ങളിൽ മാത്രം കുറച്ചധികം സെർവേഴ്സ് നമുക്ക് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ക്ലൗഡ് പ്ലാറ്റ്ഫോമിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി ആൻഡ് സ്കെയിലബിലിറ്റി. നമുക്ക് ഫ്ലെക്സിബിളാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാറ്റണോ, സോഫ്റ്റ്വെയർസ് മാറ്റണോ, എന്തും പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ചേഞ്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് കോസ്റ്റ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. കാരണം എന്ത് ചെയ്യുന്നില്ല, നമുക്ക് എത്രമാത്രം യൂസ് ചെയ്യുന്നു അതിന് മാത്രമേ നമ്മൾ റെൻ്റ് അടയ്ക്കുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മളിതിപ്പോൾ ഇത്രയും സെർവേഴ്സ് വാങ്ങിച്ച് വെച്ചിട്ട് ഒരു മാസത്തെ പെർഫോമൻസിന് വേണ്ടി മാത്രം നമ്മൾ ഹ്യൂജ് എമൗണ്ട് നമ്മൾ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റുകൾ ക്ലൗഡുകൾക്കുള്ളത് കൊണ്ട് കൂടുതൽ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ക്ലൗഡ്സ് സ്വന്തമായിട്ട് ഡാറ്റാ സെൻറ്റർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് പകരം അവർ ക്ലൗഡ് സർവീസ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതും നമ്മൾ പഠിക്കേണ്ട ഒരു ടെക്നോളജി തന്നെയാണ്. നെറ്റ്വർക്കിനകത്ത് വരുന്ന അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് ടെക്നോളജി പഠിച്ചു വെക്കേണ്ട ഒരു സ്റ്റുഡൻറ്റ് ഇതും കൂടെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ക്ലൗഡ് സർവീസ് യൂസ് ചെയ്യുന്ന ലെവലിലുള്ള കമ്പനികൾ അല്ലെങ്കിൽ ക്ലൗഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പനികൾ എന്ന് പറയുന്നത് ഒന്ന് AWS ആണ്, പിന്നെ ഒന്ന് മൈക്രോസോഫ്റ്റ് അഷ്യൂർ ഉണ്ട്, പിന്നെ ഗൂഗിൾ ക്ലൗഡ് ഉണ്ട്, പിന്നെ ആലിബാബ ക്ലൗഡ് ഉണ്ട്, പിന്നെ IBM ക്ലൗഡ് ഉണ്ട്, ഒറാക്കിൾ ക്ലൗഡ് ഉണ്ട്. ഇവരാണ് മെയിൻ ആയിട്ടുള്ള പ്ലെയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഏറ്റവും കൂടുതൽ സർട്ടിഫിക്കേഷൻസ് ഇപ്പം നടക്കുന്ന AWSഉം അഷ്യൂറിലുമാണ്. ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ള പ്ലെയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്ലൗഡിനെ പറ്റിയുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ബ്രീഫിംഗ് മാത്രമാണ്. അപ്പം ഇനി അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് പോവാം. അടുത്തത് നമ്മൾ നെറ്റ്വർക്ക് എഞ്ചിനീയേഴ്സ് അറിഞ്ഞിരിക്കേണ്ട വേറൊരു ടെക്നോളജിയാണ് വിർച്വലൈസേഷൻ അല്ലെങ്കിൽ വിർച്വൽ മെഷീൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൽ വരുന്ന കൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു സെർവറിനുള്ളിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ സെർവേഴ്സ് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഒരു ഹാർഡ്വെയറിനെ നമുക്ക് വിർച്വലൈസേഷൻ ചെയ്തിട്ട് വിർച്വലൈസേഷൻ മെക്കാനിസം വഴി ഈ ഹാർഡ്വെയറിൽ തന്നെ ഇപ്പോൾ സപ്പോസ് നമുക്കൊരൊറ്റ സെർവർ മാത്രമേ ഉള്ളൂ, പക്ഷേ ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണമെങ്കിൽ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാം, ഇതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാം, ഇതിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്കിൻടോഷ് അല്ലെങ്കിൽ ആപ്പിൾ OS നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചിലപ്പോൾ വേണമെങ്കിൽ ഒരു 10 സെർവേഴ്സ് വിൻഡോസിൻ്റെ തന്നെ 10 സെർവേഴ്സ് നമുക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ വിർച്വൽ മെഷീൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വിർച്വലൈസേഷൻ നമുക്കിപ്പം എല്ലാ കാര്യങ്ങളും വിർച്വലൈസേഷൻ ചെയ്യാൻ പറ്റും, പക്ഷേ അതിൻ്റെ ബേസിക്കാണ്. അപ്പോൾ ഇതിനെക്കൊണ്ട് ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഐസൊലേഷനാണ്. അപ്പം നമ്മൾ ഐസൊലേഷൻ എന്ന് പറയാൻ വെച്ചാൽ നമ്മൾ ഒരു സെർവറിനകത്ത് നമ്മൾ വിർച്വൽ മെഷീൻ ചെയ്തു. ഇപ്പോൾ VMware EXSI ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് എന്ത് ചെയ്യാണ്, ഒരു വിൻഡോസ് മെഷീൻ ഇട്ടു. അപ്പോൾ ആ ഒരു വിൻഡോസ് മെഷീൻ ഒരു സ്റ്റാൻഡ് അലോൺ ആയിട്ട് അതിനുള്ളിൽ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു മെഷീൻ എന്ന് പറയുന്നത് ഈ ഫിസിക്കൽ മെഷീനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഒരു ഹാക്കിങ്ങോ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് എന്ത് ചെയ്യുന്നില്ല, നമ്മളുടെ മെഷീനെ അത് എഫക്റ്റ് ചെയ്യുന്നില്ല, നമ്മളുടെ ഈ ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ നമ്മളത് എഫക്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു ഐസൊലേഷൻ ചെയ്യാൻ പറ്റും. പിന്നെ എന്ന് പറയുന്നത് പോർട്ടബിലിറ്റിയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ കോപ്പി ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് ഇൻസൈഡിലുള്ള ഒരു OS ആണല്ലോ ഉള്ളത്, അത് നമുക്ക് മെമ്മറിയിൽ നിന്ന് ജസ്റ്റ് നമുക്ക് പെൻഡ്രൈവ് ഇട്ട് കോപ്പി ചെയ്തെടുക്കുന്നത് പോലെ തന്നെ ഹാർഡ് ഡിസ്കിലേക്ക് നമ്മളിത് കോപ്പി ചെയ്തെടുത്തിട്ട് വേണമെങ്കിൽ വേറൊരു സെർവറിനകത്ത് ഇതേ വേണമെങ്കിൽ നമുക്കിത് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം പോർട്ടബിലിറ്റി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്കിത് മാനേജ് ചെയ്യാം. കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സപ്പോർട്ട് ചെയ്യും. ഓക്കെ, നമുക്ക് ഒരു സെർവറിൽ തന്നെ മൾട്ടിപ്പിൾ OS നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സെക്യൂരിറ്റി, ഹൈ ലെവൽ ഓഫ് സെക്യൂരിറ്റി ഉണ്ട്. കാരണം എന്ന് പറയുക വെച്ചാൽ ഇപ്പോൾ ഇതിനകത്തിപ്പോൾ നമ്മളൊരു ഹാർഡ്വെയർ ഫെയിലിയറൊക്കെ വരികയാണെന്നുണ്ടെങ്കിലും ആ ഹാർഡ്വെയർ ഇപ്പോൾ സപ്പോസ് നമ്മൾ വിചാരിക്കുക ഈ സെർവറിനകത്തുള്ളൊരു മെമ്മറി അടിച്ചു പോയി,
നമുക്ക് ജസ്റ്റ് ഈ ഒരു ഇതിൻ്റെ ഇമേജ് കോപ്പി ചെയ്തിട്ട് വേറെ സിസ്റ്റത്തിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ അത് വർക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഒരുപാട് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, ഒരു സെർവറിൽ തന്നെ മൾട്ടിപ്പിൾ സെർവേഴ്സുകൾ നമ്മൾ ഡിപ്ലോയ് ചെയ്യാണ്. അപ്പോൾ ഒരുപാട് കോസ്റ്റ് സേവിങ്സ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് ഈ വിർച്വൽ മെഷീൻ എന്ന് പറയുന്ന കൺസെപ്റ്റും നിങ്ങളുടെ കമ്പനിക്കകത്ത് മിക്കവാറും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഇതിൽ വിർച്വലൈസേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കമ്പനികളുണ്ട്. അതിനകത്ത് വരുന്നതാണ് ഒറാക്കിളിൻ്റെ വിർച്വൽ ബോക്സ് ഉണ്ട്, പിന്നെ VMware വർക്ക് സ്റ്റേഷൻ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ സിട്രിക്സ് എന്ന് പറയുന്ന കമ്പനി വിർച്വലൈസേഷനിലുണ്ട്, പിന്നെ മൈക്രോസോഫ്റ്റ് ഉണ്ട്, മൈക്രോസോഫ്റ്റിൻ്റെ ഹൈപ്പർ-വി ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ വിർച്വലൈസേഷൻ ടെക്നോളജി ഇപ്പം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ടെക്നോളജിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ്. ഒന്നുകിൽ VMwareലോ അല്ലാന്നുണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റ് ഹൈപ്പർ-വിയിലോ അങ്ങനെ ഏതെങ്കിലും ഒരു ടെക്നോളജി മിക്കവാറും കമ്പനികളുടെ ഇൻസൈഡിൽ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് മേഖലയിലേക്ക് വരുന്ന ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട വേറൊരു ടെക്നോളജി എന്ന് പറയുന്നത് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നൊരു ഫീൽഡിനെ പറ്റിയും കൂടെ നമ്മൾ നോളജ് ഉണ്ടാകുന്നത് നല്ലതാണ്. ഇപ്പോഴുള്ള അധിക കമ്പനികൾക്കും സ്വന്തമായിട്ട് ഒരു സൈബർ സെക്യൂരിറ്റി വിങ്ങും കൂടെ ഉണ്ടാവും, ഒരു SOC ടീം ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ഇവരുടെ സൈബർ സെക്യൂരിറ്റീൻ്റെ ഒരു ആവശ്യകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഫയർവാൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ കമ്പനീൻ്റെ ഒരു സെക്യൂരിറ്റി പോളിസി ഇതൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ. അപ്പം ഇവർക്ക് ചിലപ്പം വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, പുറത്തിരുന്നും കൊണ്ട് നമ്മളെ നെറ്റ്വർക്കിനകത്ത് പെനിട്രേഷൻ ടെസ്റ്റിങ്ങോ അല്ലെങ്കിൽ ഹാക്ക് ചെയ്യാനൊക്കെ വേണ്ടി ശ്രമിച്ചിട്ട് ഇതിനകത്ത് ഉള്ള ലൂപ്പ് ഹോൾസ് കംപ്ലീറ്റ് ആദ്യമേ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട്, അതായത് ഒരു ഹാക്കർ ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനെക്കാട്ടും മുന്നേ ആയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, നമ്മളിതിൻ്റെ ലൂപ്പ് ഹോൾസൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്ത് കണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യാണ്, എന്നിട്ട് അത് നമ്മൾ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ആ ടീമാണ് എന്ത് ചെയ്യുന്നത്, ഈ അൺഓതറൈസ്ഡ് ആയിട്ട് ആരെങ്കിലും നമ്മളെ സിസ്റ്റം ആക്സസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ സെർവേഴ്സ് ആക്സസ് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും ലൂപ്പ് ഹോൾസ് ഉണ്ടോ എന്നുള്ളതൊക്കെ അവർ, പിന്നെ അതേമാതിരി ഡാറ്റ തെഫ്റ്റ് അല്ലെങ്കിൽ ഡാമേജ്, ഓക്കെ, ഇതൊക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ഇത് ആദ്യമേ നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് എന്ത് ചെയ്യാണ്, നമ്മളത് പ്രിവെൻറ്റ് ചെയ്യാണ്. ഓക്കെ, പിന്നെ അതേമാതിരി ഡിനൈൽ ഓഫ് സർവീസ് അറ്റാക്കുകളൊക്കെ വന്നിട്ട് നമ്മളെ സർവീസ് ചിലപ്പോൾ ബ്ലോക്കായി പോകാനുള്ള സാധ്യത ഉണ്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്ത് ഇതൊക്കെ നമുക്ക് വരാത്ത രീതിയിൽ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ സൈബർ സെക്യൂരിറ്റി ടീമിൻ്റെ ആവശ്യം എന്ന് പറയുന്നത്. അപ്പം ഇതിൽ നമുക്ക് വരുന്ന കമ്പനികൾ, ചെക്ക് പോയിൻ്റ് എന്ന് പറയുന്ന കമ്പനി, ഫോർട്ടിൻ്റെ ഒരുപാട് കമ്പനികളുണ്ട്. ഓക്കെ, അക്കമൈ എന്ന് പറയുന്ന കമ്പനിയുണ്ട്. സൈബർ സെക്യൂരിറ്റി ഫീൽഡിൽ ഇതിനകത്ത് ഒരുപാട് ടൂൾസ് വരുന്നുണ്ട്. ഓക്കെ, ഇത് ഓരോ കമ്പനികളും എന്ത് ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടിയുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ സൈബർ സെക്യൂരിറ്റി ടീം ഈ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നെറ്റ്വർക്ക് ഫീൽഡിലേക്ക് വരുന്ന നെറ്റ്വർക്ക് എഞ്ചിനീയർമാർ അറിഞ്ഞിരിക്കേണ്ട വേറൊരു ടെക്നോളജി എന്ന് പറയുന്നത് SD-WAN ആണ്. ഇപ്പം ഹൈ ഡിമാൻഡ് വന്നുകൊണ്ടിരിക്കുന്ന ടെക്നീഷ്യൻസിന്, SD-WAN നോളജുള്ള ടെക്നീഷ്യൻസിന് ഒരുപാട് ഹയറിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇതെന്താണ്, സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് വാൻ എന്നാണ്. SD-WAN എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അപ്പം ഈ ഒരു കൺസെപ്റ്റിൽ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് നോർമലി ഒരു ട്രഡീഷണൽ വാൻ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ട്രഡീഷണൽ റൂട്ടേഴ്സ് ഉണ്ടാവും, വാൻ റൂട്ടേഴ്സ് ഉണ്ടാവും. ഈ റൂട്ടറുകൾ വഴിയേക്കും നമ്മളുടെ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ ഒരു ഹെഡ് ഓഫീസ് ഒരു ബ്രാഞ്ച് ഓഫീസിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ റൂട്ടേഴ്സ് വഴിയേക്കും. ഈ റൂട്ടറിൽ തന്നെ അവർ എന്ത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് വാൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നമുക്കൊരു DSL കണക്ഷൻസ് ഉണ്ടാവും, പിന്നെ ഫൈബർ കണക്ഷൻസ് ഉണ്ടാവും, പിന്നെ അതേപോലെ തന്നെ MPLS കണക്ടിവിറ്റി ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ മെട്രോ എതർനെറ്റ് വഴി. അപ്പം നമുക്ക് മൾട്ടിപ്പിൾ ബ്രാഞ്ചുകൾ വഴി ഒന്നിലധികം ടെക്നോളജികൾ വെച്ചിട്ട് കണക്ടിവിറ്റി ഇംപ്ലിമെൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്തിനു വേണ്ടിയിട്ട്, ബാക്കപ്പിന് വേണ്ടിയിട്ട്. അതായത് ഒരു സർവീസിനെ മാത്രം നമുക്ക് ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി നമ്മൾ SD-WAN പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. അതായത് നെറ്റ്വർക്കിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന എൻജിനീയേഴ്സ് അറിഞ്ഞിരിക്കേണ്ട വേറൊരു ടെക്നോളജിയാണ് സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഉണ്ട്. ഓക്കെ, മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് ഉണ്ട്. ഓക്കെ,
മൾട്ടിപ്പിൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഉണ്ട്, ഡിഫറെൻറ്റ് ലൊക്കേഷൻസിലുള്ള. ഇത് 2 ബ്രാഞ്ചസ് അല്ല നമ്മൾ പറയുന്നത്. ഇത് നിങ്ങൾ അസ്യൂം ചെയ്യണം, ഒരു കമ്പനിക്ക് സ്വാഭാവികമായിട്ടും ഒരു ഹെഡ് ക്വാർട്ടേഴ്സും അതിന് മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് ഉണ്ടാവും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഹെഡ് ക്വാർട്ടേഴ്സ്, അല്ലെങ്കിൽ ഒരു 10-20 ബ്രാഞ്ചസ് ഉണ്ടാവാം. അപ്പോൾ ഇവിടെ നമ്മൾ 2 ബ്രാഞ്ച് മാത്രമേ കാണിച്ചിട്ടുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഒരു സാധാരണ ഇവർ തമ്മിൽ കണക്ട് ചെയ്യുക എങ്ങനെയാണ്, ഒരു റൂട്ടറിൽ നിന്നും ഒരു ലീസ് ലൈൻ കണക്ഷൻ, ഒന്നുകിൽ ഒരു ലീസ് ലൈൻ കണക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു MPLS കണക്ടിവിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ 5G 4G ഒക്കെ വെച്ചിട്ടുള്ള വയർലെസ് കണക്ടിവിറ്റി ഉണ്ടാവാം. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ടെക്നോളജികളുണ്ട് ഇവരെ തമ്മിൽ, 2 ബ്രാഞ്ചുകളെ തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി മൾട്ടിപ്പിൾ ടെക്നോളജികളുണ്ട്. ഇനി അതല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വഴി എന്ത് ചെയ്യാൻ പറ്റും, VPN കണക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് 2-3 ഓപ്ഷൻസ് അല്ലെങ്കിൽ 1-2 ഓപ്ഷൻസ് എന്ത് ചെയ്തിട്ടുണ്ടാവും, പല കമ്പനികളും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു മെയിൻ കണക്ഷനും അല്ലെങ്കിൽ ഒരു ബാക്കപ്പ് കണക്ഷനും അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കണക്ഷൻ. ഒന്നിൻ്റെ ബാൻഡ് വിഡ്ത്ത് യൂട്ടിലൈസേഷൻ ഹയർ ആവുന്ന സമയത്ത് അടുത്ത പാത്തിലൂടെ പോവാം എന്നൊക്കെയുള്ള രീതിയിലുള്ള ഇംപ്ലിമെൻറ്റേഷൻ അവർക്ക് ചെയ്തു വെക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വാൻ എഡ്ജ് റൂട്ടറിനകത്ത് അതിനുള്ള കോൺഫിഗറേഷനൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് വെക്കണം. ഏത് രീതിയിൽ ബാൻഡ് വിഡ്ത്ത് യൂട്ടിലൈസേഷൻ മാനേജ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാകുന്ന സമയത്ത് ഇത് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് ആയിട്ടല്ല നടക്കുന്നത്, ഡീസെൻട്രലൈസ്ഡ് ആയിട്ടാണ്. ഓരോരോ റൂട്ടറിനകത്തും ഇത് വേറെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കോൺഫിഗറേഷൻ ചേഞ്ച് ചെയ്യേണ്ടി വരും. ഒരു പോളിസിയൊക്കെ മാറ്റുന്ന സമയത്ത് കോൺഫിഗറേഷൻ നമുക്ക് ഓരോന്നിനകത്തും വേറെ മാറ്റി ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതിന് പകരം നമുക്ക് ട്രഡീഷണൽ വാനിന് പകരം സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് വാൻ വരുന്ന സമയത്ത് ഇവിടെ ഒരു സെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ്, ഒരു സെൻട്രലൈസ്ഡ് കൺട്രോളിങ് എനേബിൾ ആക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. ഓക്കെ, കണക്ടിവിറ്റി ഒക്കെ എങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ ഈ റൂട്ടേഴ്സിനെ, ട്രഡീഷണൽ വാൻ റൂട്ടേഴ്സിനെ നമ്മൾ SD-WAN സപ്പോർട്ട് ചെയ്യുന്ന റൂട്ടറുമായിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും. എല്ലാ ബ്രാഞ്ച് റൂട്ടേഴ്സിനും നമ്മൾ റീപ്ലേസ് ചെയ്യുക. എന്നിട്ട് അതിനുവേണ്ടി SD-WAN കൺട്രോളേഴ്സ് ഉണ്ട്. ഓക്കെ, SD-WAN കൺട്രോളേഴ്സ്, അതിൻ്റെ സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ അതിൻ്റെ സെർവർ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കൺട്രോളർ എന്ത് ചെയ്തോളും, ഈ ട്രാഫിക്കിനെയൊക്കെ മോണിറ്റർ ചെയ്തിട്ട്, ഇവർക്ക് പോകേണ്ട ട്രാഫിക്കിനെയൊക്കെ മോണിറ്റർ ചെയ്തിട്ട് അതിൻ്റെ മാനേജ്മെൻറ്റ് ഇവർ സോഫ്റ്റ്വെയറിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്തോളും. അപ്പം ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് സെൻട്രലൈസ്ഡ് ആയിട്ട് കൺട്രോൾ ചെയ്യാനും മോണിറ്റർ ചെയ്യാനും മാനേജ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. ഈ SD-WAN എന്ന് പറയുന്നത് ശരിക്കും ഒരു പേപ്പറായിട്ട് തന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ്. CCNP-ക്കകത്തുള്ള ഒരു പേപ്പർ കോഡ് തന്നെയാണ് SD-WAN എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ടെക്നോളജികൾ ഉണ്ട് ഇതിനകത്ത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ജസ്റ്റ് ഒരു ബ്രീഫിംഗ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പം എമർജ് ആയിട്ടുള്ള ഒരു കണക്ടിവിറ്റി തന്നെയാണ് SD-WAN. SD-WANൽ 2 years 3 years 5 years ഒക്കെ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് എഞ്ചിനീയർമാരെ ഇപ്പോഴും റിക്രൂട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്യൂമേക്കകത്ത് നമുക്ക് ആഡ് ചെയ്യേണ്ട ഒരു ടെക്നോളജി തന്നെയാണ് SD-WAN എന്ന് പറയുന്നതും. ഓക്കെ, അപ്പം SD-WANൽ നമ്മൾ ഉള്ള മെയിൻ കമ്പനീസ് എന്ന് പറയുന്നത് സിസ്കോ, വിപ്റ്റില. ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉള്ളത് സിസ്കോ വിപ്റ്റിലയ്ക്ക് തന്നെയാണ്. 50-60% ശരിക്കും സിസ്കോയുടെ കയ്യിൽ തന്നെയാണ് SD-WAN. ഇപ്പോൾ അവർ ശരിക്കും വിപ്റ്റില എന്ന് പറയുന്ന കമ്പനീനെ ശരിക്കും സിസ്കോ അക്വയർ ചെയ്തതാണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇവരുടെ മെയിൻ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത് വെലോ ക്ലൗഡ്, VMware എന്ന് പറയുന്ന കമ്പനീനെയാണ് വെലോ ക്ലൗഡ്. ഇത് കൂടാതെ ഒരുപാട് SD-WAN പ്രൊവൈഡേഴ്സ് ഉണ്ട്, SD-WAN കമ്പനികളുണ്ട്. ഓക്കെ, പക്ഷേ എന്നാലും നമുക്ക് നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾ നോക്കുക, SD-WAN ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ഏത് ടെക്നോളജി വെച്ചിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ പഠിക്കുക. എന്നിട്ട് അത് നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് SD-WANനെ പറ്റി തന്നെ വേറെ തന്നെ ഒരു സെപ്പറേറ്റ് വീഡിയോ, ഇതിനകത്തുള്ള എല്ലാ ടെക്നോളജികളും നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ ടെക്നോളജികളെ പറ്റിയിട്ടും ഇൻഡിവിജ്വൽ വീഡിയോസ് നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ട്. കുറച്ച് സമയത്തിനുള്ളിൽ അത് നമ്മൾ റിലീസ് ചെയ്യുന്നതാണ്. അപ്പം ഇത് ഇൻഫോർമേറ്റീവായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. താങ്ക് യു വെരി മച്ച്.